ഹായ്, അപ്പം ഇന്നില്ല വീണ്ടും ഞാൻ മീൻ കറിയായിട്ട് വന്നേക്കുന്നത് അടിപൊളി തരണ്ടി. അഞ്ചെണ്ണം ഉണ്ടെന്ന് നോക്കട്ടെ. 1 2 3 4 5 തരണ്ടി ഉണ്ട്. അപ്പം ഇതുകൊണ്ട് നമ്മൾ ഇന്നൊരു കറിയാണ് വെക്കാൻ. വെൽക്കം ടു മാജിക് പിക്സൽ. ഞാൻ ആദിത്യ ജയരാജ്. അതിന് മുമ്പില്ലേ ഇതൊന്ന് കഴുകിയെടുക്കണേ. ഇത് ഫുള്ള് മണ്ണാണ്, അതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോയും ചെയ്യണം, ലൈക്കും ചെയ്യണം. പിന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, കമൻറ്റ് ഇടുകയും വേണം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് വീട്ടിൽ പോയി ഇത് ഒന്ന് വെട്ടിക്കൊണ്ട് നമുക്ക് തരണ്ടി കറി വെക്കാം. ഒന്ന് കഴുകി നമ്മൾ നല്ല മണ്ണാണ് വീട്ടിൽ പോയി വെട്ടിയിട്ട് നമുക്ക് കറി വെക്കാം. പോവാ അപ്പൊ നമുക്ക് തെരണ്ടിക്കറിയിലേക്ക് കളിക്കാം. ഹായ്, ഞാനില്ല അതേ കടപ്പുറത്ത് തന്നെ വന്ന് മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി. ഇപ്പം ഞാൻ ഒത്തിരി പറഞ്ഞങ്ങ് നേരം കുളവാക്കുന്നില്ല, നമ്മൾ പണിയിലേക്ക് അങ്ങ് കിടക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് എണ്ണ ഒഴിക്കണം, എന്നിട്ട് ഉള്ളി വെട്ടണം. അപ്പം ഞാൻ ചെയ്യട്ടെ. നമ്മൾ സ്റ്റൗ കത്തിച്ചോണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ശരി ഇത്ര മതി. എന്നാ എന്നിട്ട് ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ. എണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യമായിട്ട് എന്നിട്ട് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി നമുക്ക് വഴട്ടാം. ഇട്ടിട്ട് വഴട്ടണം. ഉള്ളി ഇട്ടു. ഇനി അത് വഴട്ടെടുക്കട്ടെ. ഓഹോ, ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നു. ഇത് ഞാൻ വഴറ്റി എടുക്കട്ടെ. ഇത്ര നേരം എടുക്കും. നിങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ ചെന്ന് കണ്ടിട്ടോ. ഇനി അത്ര നേരം വഴറ്റട്ടെ. അപ്പം ഇച്ചിരി ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടെ. കല്ലുപ്പാണ് വേണമേ. കല്ലുപ്പിട്ടു. നമുക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആണ്. ഗോൾഡൻ ബ്രൗൺ ആകട്ടെ. ചിരിച്ചിരി ആവുന്നുണ്ട് ഗോൾഡൻ ബ്രൗൺ. ചിരിച്ചിരി ചിലതിൻ്റെയൊക്കെ ആവുന്നുണ്ട് ചിരിച്ചിരി. ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോളയ്ക്കൊക്കെ നല്ല വില, അതാണ് ഞാൻ ഇച്ചിരി സവോള ഇട്ടിട്ടുള്ളൂ. ഇപ്പം സൂര്യൻ അസ്തമിക്കാൻ പോകും. നിങ്ങൾ കണ്ടില്ല സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എളുപ്പം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ.
അപ്പോൾ സവോള ഒന്നും ലൈറ്റ് ബ്രൗൺ ആയില്ല. സമയമില്ലാത്തതാണ് അവൾ എളുപ്പമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ ഇല്ല, അവിടെ ഒരു സാധനമുണ്ട്. അവിടെ ഇല്ല ഇലയില്ലാത്ത മരം മാത്രം. കണ്ടോ, ഇലയില്ലാത്ത മരം. പിന്നെ ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇല്ലേ, ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. ഇവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം വന്നപ്പോൾ ഇതുണ്ടോ, ഒരു വെള്ളം ഇല്ലാന്ന് കിടക്കുന്നുണ്ടോ. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് മസാല ചേർത്തെടുക്കാം. മസാല ഇല്ലേ, ഞാൻ എൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. കാശ്മീരി ചില്ലി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയല്ല, കുരുമുളക് തന്നെ ആയിട്ട്, പിന്നെ സ്പെഷ്യൽ പെരുംജീരകം, പിന്നെ ഒരു സാധനം കൊണ്ടുവന്നു ഉലുവായും, പിന്നെ മറന്നുപോയേ, അതായത് ഞാൻ മറന്നുപോയ സാധനം കിട്ടി, മല്ലിപ്പൊടി ഉണ്ട്. വറുത്ത് പൊടിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. വറുത്ത് പൊടിച്ച സാധനങ്ങൾ നമ്മുടെ ഇതങ്ങ് വീഴുകയാണ്. പറ്റിയിട്ടുണ്ട്, ഞാൻ എടുക്കട്ടെ ചെറിയ സാധനങ്ങളൊക്കെ. പിന്നെ നല്ലപോലെ എടുക്കുകയാണ്. പറ്റിയിരിപ്പുണ്ട്. ഞാനില്ലേ ഇന്നത്തില്ലേ മറ്റേ ഇത് എൻ്റെ സാധനങ്ങൾ അത് ഞാനില്ലേ ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞാവുന്ന വരാൻ കഴിയും. ഞാനില്ല ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചാൽ കലക്കി ഒഴിക്കുക. ഓറഞ്ച് ജ്യൂസ് പോലെ ഉണ്ടല്ലേ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇളകി കൊടുക്കാം. എല്ലാം ഒന്ന് ഇളകി കൊടുക്കണം. നമ്മളിപ്പോൾ മെയിൻ സാധനം ഇടാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കുടംപുളി. അതിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരണ്ടി ഇടാൻ. കുടംപുളി ഇങ്ങനെ വീഴുകയാണ്. ഡും ഇങ്ങനെ അടുത്തായിട്ട് ഇടാൻ പോലെ തിരണ്ടി, നമ്മുടെ സ്പെഷ്യൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന സാധനം തിരണ്ടി. അപ്പം നമുക്ക് അതിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സൂര്യൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അമ്പിളിമാൻ്റെ ഡ്യൂട്ടി വന്ന് കണ്ട വേല അമ്പിളിമാനൊക്കെ വന്ന്. നമ്മൾ ചാറൊന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ സാധനം തിരണ്ടി വരികയാണ്. ഇപ്പം നമ്മുടെ ചാറ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മെയിൻ സാധനം മീൻ ഫിഷ്. അപ്പം 1 2 5 മീനുള്ള ദേഹമുണ്ട്. കുറേ ഉണ്ട്. ഇത്രയൊക്കെ ഞാൻ ഇടുമോ? ഇത്ര ഉണ്ട്. ഇതുണ്ട് എല്ല്. ഈ പൊങ്ങിയിരിക്കുന്ന മീനൊക്കെ ഞാനില്ല തവിയുണ്ടോ താത്തി അത് ഇട്ട് കഴിഞ്ഞിട്ട് താക്കും. അത് ഒരു രസം. എല്ലാത്തിൻ്റെ കൂടെ ഒരുമിച്ച് വെക്കാനോ രസം. നല്ല ഫ്രഷ് മീനാണ്. തൊട്ടപ്പം തന്നെ ചോരയൊക്കെ വരുന്നത്. നല്ല ബലമൊക്കെ ഉണ്ടത്. ഒടിയത്തൊന്നുമില്ല. ഇപ്പോഴേ സാധനം കൂടുതലുണ്ട്. ഞാൻ ഇങ്ങനെ കൂത്തി കയറ്റി അങ്ങ് വെച്ച്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് അടച്ചു വെച്ചിട്ട് ഇവിടെ ഇല്ലേ എനിക്കിപ്പോൾ ബോട്ടൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. നല്ല രസമാണ്. ഇങ്ങനെ എനിക്ക് അവിടെ ഇല്ല ശരിക്കും ബോട്ടുണ്ട്. അവിടെ ഇതുണ്ട് ഇന്ന് ദൂരെ. പക്ഷേ ഇത് അവിടെയൊക്കെ ഉണ്ട് ബോട്ട്. പക്ഷെ ഇത് കണ്ട ഒരു ബോട്ട് ഇങ്ങനെ കമ്പ് ഇങ്ങനെ മേലോട്ട്
അവിടെ ബോട്ടും എല്ലാം ഉണ്ട്. ആഞ്ഞുണ്ട് അവിടെ നിന്നൊരു വട്ടം അതെ ഇപ്പോൾ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ബീച്ചിലല്ല ഇരുന്നത്, നേരത്തെ നമ്മൾ ബീച്ചിലാണ്, ഇപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ. കാരണം ഭയങ്കരമായിട്ടൊക്കെ ഇരുട്ടായി. നമ്മളെല്ലാം പാക്ക് ചെയ്തോണ്ട് വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ടൊക്കെ ഇരുട്ടുമായി. നിങ്ങളുടെ ലൈറ്റും വർക്കാവുന്നില്ല. ഞാനില്ല ഒരു വീഡിയോ എടുത്ത് ഫുള്ള് പ്രശ്നമായിപ്പോയി. നന്നാക്കാൻ കൊടുക്കണം. അപ്പം ഞാനില്ലേ ചോറും ഉണ്ട് എൻ്റെ കയ്യിൽ, ഇപ്പം മീനുണ്ട്. നമ്മളിപ്പം തിന്നാനാണ് പോയത് കഴിക്കാൻ. അപ്പം കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്കും ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഇതേപോലെ ചെയ്യണം, കമൻറ്റ് ഇടുകയും വേണം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ആദ്യമായിട്ട് നമ്മൾ ചാറങ്ങ് ഓടിക്കുമ്പോൾ ഇതുണ്ടോ നല്ല രുചിയായി മീൻ തിന്നാൻ. ഒന്ന് എടുക്കട്ടെ, കഴിച്ചിട്ട് പാടാ. ഞാൻ എടുത്തിരിക്കുന്നു ഒരു മീൻ. ഞാൻ തിന്നോട്ടെ. നല്ല ചൂടുണ്ടേ. ഇച്ചിരി ചൂടേ ഉള്ളൂ. സാറേ ചാറൊക്കെ എന്നിട്ട് ഉളക്കട്ടെ. മീൻ മുറിക്കുക, വെച്ചിട്ട് നല്ല രുചിയുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിന്നട്ടെ. സൂപ്പർ. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളെത്തുന്നവരെ മീനും ചോറും കടപ്പുറം പിന്നെ ഞാനും. ബൈ. തിന്നെടുക്കട്ടെ. Mm-mm.